ആത്മീയന്റെ ആയുധമാണ് പ്രാർത്ഥന. സാത്താനെ ജയിക്കുവാനുള്ള ആയുധമാണ് പ്രാർത്ഥന. നിരായുധനായിരിക്കുന്ന ഒരു വ്യക്തി പരാജയപ്പെടുന്നത് പോലെ പ്രാർത്ഥനയില്ലാത്ത ആത്മീയന്റെ ജീവിതം പരാജയപ്പെട്ടു പോകുന്നു. 141 സങ്കീർത്തനം 5 വാക്യം: നീതിമാൻ എന്നെ അടിക്കുന്നത് ദയ, അവൻ എന്നെ ശ്വാസിക്കുന്നത് തലയ്ക്ക് എണ്ണ. എൻ്റെ തല അതിനെ വിലക്കാതിരിക്കട്ടെ. ഇനിയും അവർ ചെയ്യുന്ന ദോഷങ്ങൾക്കെതിരെ എനിക്ക് പ്രാർത്ഥനയേയുള്ളൂ. ഇനിയും അവർ ചെയ്യുന്ന ദോഷങ്ങൾക്കെതിരെ എനിക്ക് പ്രാർത്ഥനയുള്ളൂ. സകല ദോഷങ്ങൾക്കുമെതിരെ പ്രാർത്ഥിക്കുവാനുള്ള ഒരു നല്ല മനോഭാവത്തിൻ്റെ ഉടമകളായി തീരട്ടെ. മൊർദെഖായി പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനാണ്. അധികാരം കൊണ്ട് ആത്മീയനെ തകർത്തെറിയുവാൻ ഹാമാൻ്റെ അധികാരത്തിൻ്റെ ചെങ്കോൽ ഉപയോഗിക്കുമ്പോൾ ആ ആയുധത്തിൻ്റെ അധികാരത്തെ അതേ നാണയത്തിൽ തിരിച്ചയക്കുന്ന മൊർദെഖായിയുടെ പ്രാർത്ഥന. ഹാമാൻ്റെ അധികാരത്തിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന 50 മുഴം ഉയരമുള്ള കഴുമരം ഹാമാനും കൂട്ടർക്കും അത് വലിയതായി തോന്നുമെങ്കിലും അതിനേക്കാൾ വലിയ ഒരായുധമാണ് മൊർദെഖായിയുടെ കരങ്ങളിലുള്ളത്. 50 മുഴത്തേക്കാൾ സ്വർഗത്തോളം എത്തുന്ന പ്രാർത്ഥന മൊർദെഖായിയുടെ മുമ്പിൽ ഹാമാൻ്റെ പതനമായിരുന്നു. അവർ ചെയ്യുന്ന ദോഷങ്ങൾക്കെതിരെ എനിക്ക് പ്രാർത്ഥനയേയുള്ളൂ. ശത്രു എത്ര പ്രബലനാണെങ്കിലും എത്ര അധികാരം ഉപയോഗിക്കുന്നവനാണെങ്കിലും ആ ഉയരങ്ങൾ പരിമിതി മാത്രമേ അവനുള്ളൂ. എന്നാൽ പരിധിയില്ലാത്ത പ്രാർത്ഥന, സ്വർഗത്തോളം എത്തുന്ന പ്രാർത്ഥന, നിൻ്റെ ആയുധം വലിയതാണ്. അതുകൊണ്ട് അവർ ചെയ്യുന്ന ദോഷങ്ങൾക്കെതിരെ എനിക്ക് പ്രാർത്ഥനയേയുള്ളൂ. ഇതല്ലാതെ മറ്റൊരു ആയുധം ആത്മീകനില്ല. ഗോഡ് ബ്ലെസ് യു.